ഹലോ, എൻ്റെ പേര് അലീഷ. ഇതെൻ്റെ ഓൾ ഇൻ ഓൾ, എൻ്റെ ലൈഫ് പാർട്ട്ണർ ഷിബിൻ. ഞങ്ങളുടെ യൂട്യൂബ് യാത്രയിലെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ ആണിത്. ഇത് ശരിക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു യാത്രയിലെടുത്ത വീഡിയോസാണ്. ഞങ്ങളുടെ ഈ യാത്രയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. കുറച്ച് പച്ചപ്പും ഹരിതാഭയും നല്ല കാറ്റും പിന്നെ നല്ല മ്യൂസിക്കും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി. കെട്ടിയവന് പിന്നെ കുറച്ച് നല്ല ഭക്ഷണം കൂടി വേണം കേട്ടോ. ഇന്നിപ്പോൾ ഈ യാത്ര കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമാകാനായി. അപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത് തന്നെ. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ എപ്പോഴും ഈ യാത്രയിലെ ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് അത്രയ്ക്ക് സ്പെഷ്യലാണ് ഈ യാത്ര. സത്യം പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ യാത്ര ഞങ്ങൾ തുടങ്ങിയത്. ആകെയുള്ള ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് കാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് കൊടൈക്കനാൽ ഒരു 3 days സ്റ്റേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങ് കൊച്ചിയിൽ നിന്ന് അങ്ങ് കൊടൈക്കനാലിലേക്ക് മാപ്പിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ എന്ത് കിട്ടിയാലും ഒടുക്കത്തെ ടേസ്റ്റാന്ന് പറയില്ലേ, ആ അവസ്ഥയായിരുന്നു ഇത്. ഈ നൂഡിൽസ് ആയിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം. ഞങ്ങളുടെ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പോകുന്ന വഴിയിൽ എന്ത് കണ്ട് ഇഷ്ടപ്പെട്ടാലും അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ കുറച്ചു നേരം അത് ആസ്വദിച്ചിട്ട് പിന്നെ യാത്ര തുടങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ യാത്രകളും ഞങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. വഴിയിൽ കണ്ട ഏതോ ഒരു മലയാണിത്. പക്ഷെ നല്ല കാറ്റും നല്ല വ്യൂവും കണ്ടപ്പോൾ ഇറങ്ങി നിന്ന് എൻജോയ് ചെയ്യാൻ തോന്നി. ഞങ്ങളുടെ ഈ യാത്രയുടെ വീഡിയോ തന്നെ യൂട്യൂബിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആയിട്ട് ഇടണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റു വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും നാളെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതാണ് ഞങ്ങൾ കൊടൈക്കനാലിൽ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഇവിടുത്തെ ആംബിയൻസും ഫുഡും അടിപൊളിയായിരുന്നു. ഇവിടെ കൊടൈക്കനാലിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ പ്ലാൻ തുടങ്ങുന്നത്. ഇവിടെ എത്തിയ രാത്രി തന്നെ ഞങ്ങൾ രണ്ടുപേരും കുത്തിയിരുന്ന് കൊടൈക്കനാലിൽ 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൊടൈക്കനാൽ പ്രയാണം ആരംഭിച്ചത്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഗുണ കേവിലേക്കായിരുന്നു. നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്തരീക്ഷം, മഴ പെയ്യാനുള്ള ചെറിയൊരു സാധ്യത ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ കുടയും വടിയും കോട്ടൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഗുണ കേവിൻ്റെ ചരിത്രം ശരിക്കും അറിയാതെയാണ് സത്യത്തിൽ ഞങ്ങൾ അവിടെ എത്തിയത്. പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വേരുകളുള്ള കുറേ മരങ്ങളും ഒരു വ്യൂ പോയിന്റ് മാത്രമാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അപ്പോഴും ഈ കേവ് എവിടെയെന്ന് ഞങ്ങളിങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. ആകെപ്പാടെ അറിയാവുന്നത് ഗുണ എന്ന് പറയുന്ന മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ്. പിന്നെ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അറിഞ്ഞതിന് ശേഷമാണ് ഗുണ കേവിൻ്റെ ചരിത്രം തിരക്കിപ്പോയതും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, വെയിലും മഞ്ഞും മഴയും ഈ 3 കാലാവസ്ഥയും ഞങ്ങൾക്ക് ഈ ഒറ്റ യാത്രയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു വ്യൂ കാണാൻ. 4000-ഓളം കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കൊടൈക്കനാലിലെ ഏറ്റവും നല്ല ഗ്രാമമാണിത്, പൂമ്പാറ ഗ്രാമം. ഞങ്ങൾ രണ്ടുപേരും യാത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചുറ്റിലുള്ളതെല്ലാം മറന്നുപോകും.
ശരിക്കും ഞങ്ങൾ കണ്ട പകുതി മുക്കാൽ കാഴ്ചകളും ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാന്ന് വെച്ചാൽ ഈ യാത്ര എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പലപ്പോഴും ഞങ്ങൾ മറന്നുപോയി. ഞങ്ങളവിടെ കണ്ടതിൽ വെച്ച് ഞങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു. അധികം തിരക്കുകളൊന്നുമില്ലാതെ നല്ല കാം ആൻഡ് സെറീൻ ആയിട്ടുള്ള ഒരു സ്ഥലം. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ക്ലോസിംഗ് ടൈം ആകാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കാഴ്ചകളും ഒന്നും ഞങ്ങൾക്ക് മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടപ്പെടുന്നവർക്ക് കൂടെ കൂടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.